Hey guys, ഇന്ന് ആദിക്കുട്ടൻ്റെ ഹാപ്പി ടു ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. യെസ്, ആദിക്കുട്ടന് 4ാം പിറന്നാളാണ്. അപ്പോൾ നമ്മളിന്ന് ആദിക്കുട്ടന് 2 ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സ്കേറ്റിംഗ് ഷൂ, അതിപ്പോൾ ഇങ്ങനെ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ചക്കർ ഷൂ വേണമ്മ, ചക്കർ ഷൂ വേണമ്മ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്നൊന്നും എടുത്ത് ഓടാനായിട്ടില്ല. അവൻ ട്രെയിനിങ് ഒക്കെ ചെയ്ത് കൊണ്ടുവരണം. തൽക്കാലം എൻ്റെ സന്തോഷത്തിന് ഇട്ട് കൊടുത്തു. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, എല്ലാവരും കാണണം. പിന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ശബരിമലയ്ക്ക് പോകണം എന്ന്. ഇവനൊരു 3 വയസ്സ് മുതലൊക്കെ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. അയ്യപ്പസ്വാമീൻ്റെ അടുത്ത് പോകണം, അയ്യപ്പസ്വാമീൻ്റെ അടുത്ത് പോകണമെന്ന്. പക്ഷേ എനിക്ക് പറഞ്ഞു വിടാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പിറന്നാളിന് തന്നെ മാലയിടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാലയിടാൻ പോകണല്ലോ. ആരെ കാണാനാ മാലയിടുന്നത്? അയ്യപ്പസ്വാമീൻ്റെ അടുത്ത് ഇപ്പോൾ മാലയിടുവാണ്. അങ്ങനെ എണീച്ച് കുളിച്ചതിന് ശേഷം പൊന്നുമാമനെ വിളിക്കുന്നുണ്ട്. ഞാൻ മാലയിടാൻ പോവാണെന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ജിജിമാമന് പിന്നെ കണ്ണമാമനെ കൂടെ വിളിച്ചു, കണക്റ്റ് ആയില്ല. ഇവരാണ് ഇവൻ്റെ കാര്യപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞും പപ്പയും കൂടി സ്വാമിക്ക് വിളക്ക് കത്തിക്കുന്നുണ്ട്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ശരണം വിളിച്ചേരാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. പറഞ്ഞു സ്വാമിയെ അങ്ങനെ നമ്മൾ ഇറങ്ങി മാലയിടാൻ വേണ്ടി പോവാണ്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ വൈരാഗ്യമാടത്തു നിന്ന് തന്നെയാണ് മാല ഇടാറ്. ഏട്ടനും അബിക്കും മുന്നത്തെ കൊല്ലം, അതിന് മുന്നത്തെ കൊല്ലമൊക്കെ നമ്മൾ മാലയിട്ട വീഡിയോസിൽ കാണാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ഇടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഞാൻ അവിടെ തന്നെയാണ് ഇടിയിപ്പിക്കുന്നത്. രാവിലെ നമ്മൾ മാലയും മുണ്ടൊക്കെ രാവിലെയാണ് വാങ്ങിക്കുന്നത്. പൊതുവേ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ തലേന്ന് പോയി വാങ്ങിയൊക്കെ വെക്കാറുണ്ട്. ഇത് തലേന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം മുണ്ടിൻ്റെ കൂടെ തന്നെ ചന്ദനത്തിരി, കർപ്പൂരം, സാമ്പ്രാണി, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും 2 സെറ്റിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ അതൊക്കെ സെറ്റാക്കി കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഏട്ടനും കുഞ്ഞും മാത്രമാണ് മാലയിടുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അബിയിടണം. പിന്നെ അച്ഛൻ ചക്കിമോള് പോകുന്നതിൻ്റെ അന്നാണ് മാലയിടുന്നത്. ചക്കീനെ പൊതുവേ സായിമാരങ്ങനെ കട്ടിലിൽ കിടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചക്കീനെ അങ്ങനെ നിലത്തൊന്നും കിടത്താൻ പറ്റാത്തത് കൊണ്ട് ചക്കി പോകണം അന്ന് രാവിലെ മാലയിടുന്നു, കെട്ടിറക്കുന്നു, പോകുന്നു. അങ്ങനെയാണ് ചക്കീനെ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അവളെന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ നിർത്തലാതെ മാറ്റി നിർത്താനായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി തിരുമേനിക്ക് സാധനമൊക്കെ കൊടുത്തു. പൊതുവേ സീസണിൽ നമുക്ക് മാലയിട്ടിരുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്വാമി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ തിരുമേനിയാണ് നമുക്ക് മാലയിട്ട് കൊടുക്കുന്നത് കേട്ടോ. രാമേശ്വരം പണ്ട് മലയാളമടക്കി വാഴും ഓം ശ്രീ ഹരിഹരസുതനാനന്ദ ചിത്തനയ്യപ്പോ സ്വാമിയേ. അങ്ങനെ മാലയിട്ട് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയൊന്ന് തൊഴണം. അപ്പം തൊഴാൻ വേണ്ടി പോവാണ്. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് കാള അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പക്ഷേ ചെറിയ പശുക്കുട്ടികളാണ്. പണ്ട് നല്ല വലിയ, പണ്ടല്ല, ഞാൻ കഴിഞ്ഞ സീസണിൽ മാലയിടാൻ പോയപ്പോൾ അവരെ വലിയ കാളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനും പണ്ട് വരുന്നവർക്ക് ഇവിടെ മയിലൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിൽ. പണ്ടെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കുഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീഗണേശനെ വലം വെച്ച് വന്നതിന് ശേഷം തേങ്ങ ഉടയ്ക്കണം. അപ്പം തേങ്ങ ഉടയ്ക്കാൻ കുഞ്ഞു എറിഞ്ഞാൽ പൊട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ കുഞ്ഞിനെ ഒഴിഞ്ഞതിന് ശേഷം ഏട്ടൻ തന്നെയാണ് എറിഞ്ഞുടയ്ക്കുന്നത്. 2 തേങ്ങയും ഏട്ടൻ തന്നെയാണ് എറിഞ്ഞുടയ്ക്കുന്നത് കേട്ടോ.
അതിനുശേഷം നമ്മൾ ചായ കുടിക്കാൻ കയറുന്നുണ്ട്. സാമിയായതുകൊണ്ട് തന്നെ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. എല്ലാവരും മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലെ സദ്യയായിരുന്നു. സദ്യക്കുള്ള ഒരുക്കത്തിലാണ്. സദ്യ ഒന്നാമത് വിഷുവിന് സദ്യ ഒന്നും ഞാൻ ആക്കി ഉണ്ടായിരുന്നില്ല. മക്കളെ വെച്ചിട്ട് അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സദ്യ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചക്കമുള ചോറൂണും ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചോറൂണ് കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഏട്ടന് കോമരായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ കുറേ ചുറ്റുപാടുള്ളതുകൊണ്ട് അന്നും ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് കുഞ്ഞിൻ്റെ പിറന്നാളുമാണ്. കുഞ്ഞു ആദ്യമായിട്ട് കന്നിസ്വാമിയാണ്. അപ്പോൾ ഇന്ന് സദ്യയാണ് നമ്മൾ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ചക്കിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. ചക്ക ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാരി വലിച്ചിടുന്നുണ്ട്. ഇത് ആദ്യക്കൂട്ടൻ്റെ വീഡിയോ നല്ല രസമുണ്ട് ഗൈസ്. കാണാത്തവരൊക്കെ കണ്ടു നോക്കണം. ഇവിടെ അതിന് മാത്രം ആയിട്ടില്ല ഗൈസ്. ഇവിടെ ചോട്ടാപ്പയാണ്. ആദ്യക്കൂട്ടൻ്റെ അത്രയും ഇല്ല. അപ്പോൾ അതേമാതിരി തന്നെ ഇവക്കും ചെയ്തു കൊടുത്തു. പിന്നെ ആദ്യക്കുട്ടന് ഒരു ചോറൊക്കെ തീറ്റി കൊടുക്കുന്നുണ്ട്. പൊതുവേ ഇത് പപ്പയാണ് ചെയ്യാറ്. ഇന്ന് പപ്പ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനാണ് തീറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാത്രി മാമന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. മാമ വന്നതിന് ശേഷം മാമൻ കൊണ്ടുവന്ന കുപ്പായൊക്കെയാണ് ഇട്ടത്. കുഞ്ഞിന് പ്രാവശ്യം ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട്. ചെറിയമ്മൻ്റെ വീട്ടിൽ നിന്ന് അമ്മു വല്യമ്മ വരുമ്പം ഡ്രസ്സ്, പിന്നെ മാമന്മാർ, ചെറിയമ്മ തന്നെ 3-4 എണ്ണം, അങ്ങനെ ഇഷ്ടംപോലെ ബർത്ത്ഡേ ഡ്രസ്സ് കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു ഹാപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞേരം കേക്ക് കട്ട് ചെയ്ത് ഇപ്പം കഴിഞ്ഞ ബർത്ത്ഡേ മുതൽ അവൻ തന്നെ ഒറ്റയ്ക്കാണ് കേക്ക് കട്ട് ചെയ്യാറ്. 1-2 മാത്രമേ നമ്മൾ കൂടെ നിന്ന് കട്ട് ചെയ്യാറുള്ളൂ. പിന്നെ അവൻ ഒറ്റയ്ക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ പിന്നെ നമ്മൾ പിടിച്ചു കൊടുക്കാറൊന്നുമില്ല. അവൻ ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്യും. അങ്ങനെ അവൻ തന്നെ കട്ട് ചെയ്തു. അവൻ ആദ്യം അവൻ്റെ പപ്പയ്ക്ക് തിറ്റി കൊടുത്തു. അത് കഴിഞ്ഞാൽ മാമന്മാർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. സദ്യയായിരുന്നു. അവന് മാമാരെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിരിയുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ.